വീണ്ടും ഹീലിംഗ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതോ ഒരു പുതിയ ഭാഷ സംസാരിക്കാനുള്ള നമ്മൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള കാരണമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് മിക്കവാറും എല്ലാവർക്കും ഈ സംസാരിക്കാൻ ഒരു കൃപ, ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളുടെ സബ് കോൺഷ്യസിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ സബ് കോൺഷ്യസിൽ ഉണ്ടാവും. ഒരു നെഗറ്റിവിറ്റി സബ് കോൺഷ്യസിൽ നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് ഒരു കാര്യം നമ്മൾ വിശ്വസിച്ച് ചിലപ്പോൾ ആ കാര്യം സബ് കോൺഷ്യസിൽ കയറിയിട്ടുണ്ടാവും. ഒരു മാതിരി നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റിയാണ് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഫ്ലുവൻ്റ്ലി ആയിട്ട് സംസാരിക്കാൻ നമ്മൾക്ക് ഒരു ബ്ലോക്കായി മാറിയിരിക്കും. കുറേ പേര് കുറേ മാതിരി രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എത്ര ചെയ്താലും ഒരു ഫ്ലോ വരണില്ല. ഒരു നല്ലപോലെ സംസാരിക്കാൻ ഒരു ഫ്ലോ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് വന്ന് തടസ്സം പോലെ, ഒരു ഉള്ളിൽ നിൻ്റെ ഒരു തടസ്സം പോലെ നമ്മൾക്ക് തോന്നുന്നുണ്ടാവും. അതുകൂടെ കാരണമാണ് ചിലപ്പോൾ നമ്മൾ ചെറുപ്പമുള്ള കാലത്തിൽ കുറേ പേർ നമ്മൾ പറഞ്ഞു കാണും, നീ സംസാരിക്കേണ്ട, മിണ്ടാതിരിക്കുക, കീപ് ക്വയറ്റ്. അങ്ങനെ ഒരു ചില നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾക്ക് ആ ചെറുപ്പം മുതൽ വരുന്ന ദിവസങ്ങൾ കൂടി നമ്മൾ ഗ്രോ ആയ ശേഷം അത് ഉള്ളിൽ തന്നെ ഒരു ആയിട്ടുണ്ടാവും. പിന്നെ അത് നമ്മൾക്ക് സ്വന്തം ഒരു ലോ പോലെ, ഒരു നിയമം പോലെ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കാരണം നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാം, നല്ലപോലെ അത് ലാംഗ്വേജിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഭാഷയിൽ ചിലപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ചിലപ്പോൾ അതിലെ എക്സ്പെർട്ടീസ് ഉണ്ടാവാം. പക്ഷെ വേറെ ഒരു പുതിയ ലാംഗ്വേജോ വേറെ ഒരു ലാംഗ്വേജ് അറിയാം, പക്ഷെ പറയാൻ ഭയങ്കര ഒരു പാടുണ്ടാവും. സോ അതുകൂടെ കാരണമാണ് ഉള്ളിൽ ഒരു സബ് കോൺഷ്യസിലെ ഒരു ബ്ലോക്ക് പോലെ കുറേ പേര് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, നീ മിണ്ടരുത്, നീ സംസാരിക്കരുത്, നീ ചുമ്മാ ഇരി. അങ്ങനെ കേട്ട് അത് ഒരു ഉള്ളിൽ സബ് കോൺഷ്യസിൽ ഒരു ഫിയർ, ഒരു പേടി പോലെ കയറിയിട്ടുണ്ടാവാം. സോ അതൊക്കെ നമ്മൾക്ക് ഹീലിംഗ് ചെയ്യണം. അതിന് ഒരു സൗഖ്യം വേണം. അതുകൂടെ സൗഖ്യം എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം? അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു സിമ്പിൾ രീതിയിൽ നമ്മൾക്ക് അത് ശരിയാക്കിയെടുക്കാം. അത് നമ്മൾക്ക് സ്വന്തമായിട്ട് പെർമിഷൻ കൊടുക്കണം. നമ്മൾ കുറേ പേര് കേട്ടല്ലോ, സംസാരിക്കരുത്, മിണ്ടരുത്, ചുമ്മാരി, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്വയറ്റായി, ഇനി നമ്മൾ സംസാരിക്കാതെ ക്വയറ്റായി ഇരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു തീരുമാനം സബ് കോൺഷ്യസ്ലി നമ്മൾക്ക് ഉള്ളിൽ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിനെ ആ പാറ്റേൺ നമ്മൾക്ക് മാറ്റിയെടുക്കണം. ആ ഒരു സിസ്റ്റം, ആ ഒരു രീതി, നമ്മൾ ജീവിക്കുന്ന രീതി, അത് മാറ്റിയെടുക്കണം. അതെങ്ങനെ മാറ്റിയെടുക്കണം? നമ്മൾ സ്വന്തം പെർമിഷൻ കൊടുക്കണം. നമ്മൾ സ്വന്തം ഒരു ഫ്രീഡം കൊടുക്കണം, ഒരു റിലീസ്. ആ ഒരു പാറ്റേൺ നിന്ന് നമ്മൾക്ക് പുറത്ത് വരണം. സോ അത് എങ്ങനെ ചെയ്യണം? നമ്മൾക്ക് ഒരു പെർമിഷൻ കൊടുക്കണം. നമ്മൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കണം, നീ സംസാരിക്കുക. സോ അത് എങ്ങനെ പറയണം? ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു അനുവാദം കൊടുക്കുന്നുണ്ട്, ഒരു ഫ്രീഡം കൊടുക്കണം, പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് ഒരു അഫർമേഷൻ ആയിട്ട് പറയണം, ഈ ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പൂർണ്ണമായി അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ തന്നെ പറയണമെങ്കിൽ അത് ഫ്രീ ആവും. അത് ഇംഗ്ലീഷിൽ എങ്ങനെ ആവും? ഐ ഗിവ് മൈസെൽഫ് പെർമിഷൻ. ഐ ഗിവ് മൈസെൽഫ് പെർമിഷൻ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ എന്നെ തന്നെ അനുവാദം കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ ആ ഒരു അഫർമേഷൻ, സ്വന്തം പറയാൻ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്,
അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അത് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം കിട്ടും. പിന്നെ ഈ പണ്ടത്തെ കാര്യങ്ങൾ, പണ്ട് കേട്ട കാര്യങ്ങൾ, അതോടെ പ്രഷർ മാറും. സബ് കോൺഷ്യസ്ലി അതോട് വിടുതൽ കിട്ടും. ആ വിടുതൽ കിട്ടാൻ പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും, നല്ല കോച്ചിങ് എടുത്തിട്ടുണ്ടാവും, കുറേ കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു തടസ്സം, ഒരു പറയുമ്പോൾ ഒരു പേടി, ഒരു തടസ്സം അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. സോ ആ തടസ്സം, ആ പേടി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു നല്ല എക്സസൈസാണ് ഇത്. ഇതൊരു സ്പിരിച്വൽ പ്ലസ് ഒരു സൈക്കോളജിക്കൽ എക്സസൈസ് കൂടിയാണ്. ഇത് സബ് കോൺഷ്യസിൽ പോയി ഹീലിംഗ് ചെയ്യും. ഇത് നിങ്ങളിങ്ങനെ പറയും, ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ നല്ലപോലെ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ നല്ലപോലെ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും പറയുക. ഇത് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സായിട്ട് എടുക്കുക. അത് പറഞ്ഞുകൊണ്ട് അതിനെ ധ്യാനിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ അനുവാദം കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്, നല്ലപോലെ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും പറയുമ്പോൾ ഈ നമ്മൾക്ക് ഉള്ളിൽ തന്നെ ഈ സബ് കോൺഷ്യസ്ലി എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. അവിടെ ആ ഭാഗത്തിൽ സൗഖ്യം കിട്ടും. അതുമാത്രമല്ല, ഇതിൽ കൂടി നമ്മൾ ഉള്ളിൽ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമല്ല, ഒരു പൂർണ്ണമായ ഹീലിംഗ് വരുമ്പോൾ കുറേ രീതിയിൽ, കുറേ ഏരിയയിൽ ഹീലിംഗ് വരും. സോ ഇത് നിങ്ങൾ ഈ ഒരു സിമ്പിൾ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങളെല്ലാം ബ്ലോക്കിൽ മാറും. നോക്കുക, നിങ്ങൾ ഇപ്പോൾ വരെ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ വരെ അറിഞ്ഞ കാര്യങ്ങൾ, അതിൽ തന്നെ നിങ്ങൾ നല്ലപോലെ ഫ്ലുവൻ്റ്ലി ആയിട്ട് ചെയ്യാൻ പറ്റും, ഫ്രീലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നത്, അത് നല്ലപോലെ കൂടെ നിങ്ങൾ പഠിക്കാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ യാത്ര തുടങ്ങും മുമ്പ് നമ്മൾക്ക് ഈ ഉള്ളിൽ കാര്യങ്ങൾ, ഈ സബ് കോൺഷ്യസ് ലെവൽ ഉള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾക്ക് ഒരു സൗഖ്യം വേണം. ബിക്കോസ് ആ ഏരിയയിലെ സൗഖ്യം കിട്ടിയാൽ പിന്നെ നമ്മൾ ഇനി എന്തെങ്കിലും അതിൽ ഫ്യൂച്ചർ സ്റ്റെപ്പ് എടുത്താൽ, ഇനി നമ്മൾ എന്തെങ്കിലും പണിയാൻ പോകുന്നത് കാര്യങ്ങൾ, അതെല്ലാം നല്ലപോലെ ഒരു ഫ്രൂട്ട്ഫുൾ ആവും, നല്ലപോലെ അതോടെ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടും. സോ ഈ കാര്യം മുന്നോട്ട് എടുക്കാൻ മുമ്പ്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഈ ഉള്ളിൽ ഒരു സൗഖ്യം കിട്ടിയ, ഈ പേടി മാറിയ, ഈ ബ്ലോക്ക് എല്ലാം മാറിയ, പിന്നെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈസിലി ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ വീണ്ടും ഒന്നുകൂടെ നിങ്ങൾക്ക് കൂടെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയുക, ഞാൻ എന്നെ തന്നെ ഇംഗ്ലീഷിൽ നല്ലപോലെ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് ഈ സെൻറ്റൻസ് മാറ്റിയെടുക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ അത് ഫോം ചെയ്യുക. ഫോം ചെയ്തിട്ട് വീണ്ടും അത് പറയുക. ഓക്കെ, സോ ഇത് നിങ്ങൾ പറയുക, ഈ കുറച്ച് ദിവസങ്ങൾ പറയുക. നിങ്ങൾക്ക് ഈ ഉള്ളിൽ സൗഖ്യം കിട്ടുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഫ്ലുവൻ്റ്ലി നിങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ, ഒരു നല്ല ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.